വെനിസുലയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണ്. മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ അതേ അനുഭവം വെനിസുലയുമായുള്ള യുദ്ധത്തിലും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പേടിപ്പിച്ച് നിർത്തുന്നതിനപ്പുറമായ രീതിയിൽ വെനിസുലയുമായിട്ടുള്ള യുദ്ധം വലിയ രീതിയിലുള്ള മുറിപ്പാട് അമേരിക്കക്കുണ്ടാക്കും എന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. അതൊരു വെനിസുലയും ഇസ്രായേലും തമ്മിലുള്ള വെനിസുലയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമായിട്ട് അവസാനിക്കില്ലെന്നും അത് വിപുലവും വ്യാപകമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ ആരംഭമായിട്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. അതിന് പ്രാധാന്യമായി പറയുന്ന കാര്യം ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളൊന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് അവർ രണ്ട് രാജ്യങ്ങൾ മാത്രം നടക്കുന്ന യുദ്ധമല്ല. ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും ബന്ധപ്പെട്ട രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഉണ്ട്. ഫലസ്തീനോടൊപ്പം അല്ലെങ്കിൽ ഗസയോടൊപ്പം നിൽക്കുന്നത് മറ്റുള്ള ഇറാൻ അടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങളാണ്. അപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രങ്ങൾ തന്നെയാണ് ഈ യുദ്ധത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു രാജ്യത്തിന് പ്രത്യേകമായിരിക്കുന്നൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തത്. ഇനി ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയം നോക്കുകയാണെങ്കിലും ഉക്രൈനും റഷ്യയും തമ്മിലല്ല യുദ്ധം. ആ രണ്ട് രാജ്യങ്ങൾക്കിടയിലും വ്യത്യസ്തരായിരിക്കുന്ന രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉക്രൈനെ സഹായിക്കാൻ ഇറാനും റഷ്യയും അടക്കമുള്ള ഉക്രൈനെ സഹായിക്കാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ട് സഹായിക്കുമ്പോൾ റഷ്യക്ക് വേണ്ടിയിട്ട് ഇറാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെയും സഹായിക്കുന്നു. അതുകൊണ്ട് ഇതൊരു അവസാനിക്കാത്ത യുദ്ധമായി ഈ മേഖലയിൽ മാറുന്നു. വെനിസുല യുദ്ധം അതിന് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ വെനിസുലയ്ക്ക് വേണ്ടി ഇറാൻ രംഗത്തിറങ്ങും എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇറാൻ മാത്രമല്ല, റഷ്യക്കും ചൈനക്കും ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെന്നും അമേരിക്കയുടെ സർവാധിപത്യം ഇല്ലാതാക്കാൻ വേണ്ടി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും, ചേർന്ന് നിന്നുകൊണ്ട് സഹായിക്കും എന്ന തരത്തിലും രണ്ട് റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതിനെ അതിജീവിക്കാനൊന്നും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, അമേരിക്കയുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും വലിയ രീതിയിൽ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ തന്നെ പെരുമാറുന്നത്. ആ ഒരു വിഷയം സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അമേരിക്കയെ. അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ വളരെ എളുപ്പത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ യുദ്ധം ആരംഭിച്ചുകൊണ്ട് വിജയം നേടുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ തന്നെയാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗവും സർവ്വ മേഖലയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ യുദ്ധാരംഭം ഉണ്ടാവൂ എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് തന്നെ യമനുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ രീതിയിൽ അനുഭവമുണ്ട്. ചെങ്കടൽ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കക്ക് വലിയ മുറിപ്പാടാണ് അവിടെ ഉണ്ടായത്. ദശകോടികളുടെ സാമ്പത്തിക നഷ്ടത്തിന് ശേഷമാണ് പിന്നീട് കരാർ വ്യവസ്ഥ പ്രകാരം ഒമാനുമായിട്ടുള്ള യുദ്ധം യമനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യം ദരിദ്ര രാജ്യത്തിൻ്റെ പട്ടികയിലുള്ള ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തോട് യമൻ എന്ന് പറയുന്ന രാജ്യത്തോട് യുദ്ധം ചെയ്തിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് വലിയ നാണക്കേടായിട്ട് നിൽക്കുകയാണ്. ചെങ്കടലിൻ്റെ സർവാധിപത്യം ഇപ്പോഴും യഥാർത്ഥത്തിൽ യമൻ്റെ കൈവശത്തിൽ തന്നെയാണ്. അവിടെ ഒരു ആധിപത്യം ഉണ്ടാക്കണമെന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അമേരിക്കയ്ക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ധൈര്യക്കുറവുണ്ട്. അവർക്കത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ, അതായത് 3 യുദ്ധത്തിലും അമേരിക്കയ്ക്ക് പരാജയമാണ്. ഫലസ്തീൻ വിഷയം നോക്കുകയാണെങ്കിലും ഉക്രൈൻ വിഷയം നോക്കുകയാണെങ്കിലും അവർക്ക് പരാജയമാണ്. മൂന്നാമതൊരു യുദ്ധം യമൻ്റെ ഈ വിഷയത്തിലും പരാജയമാണ്. അടുത്തൊരു യുദ്ധം വെനിസുലയുമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണെന്നും അമേരിക്കയുടെ സാമ്പത്തിക നില അപ്പാടെ തന്നെ തകർന്നു പോകും. ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഡോളറിൽ വിനിമയം നടത്തരുത് എന്നൊരു അഭിപ്രായക്കാരാണ്. വിനിമയം നടത്തേണ്ടത് അവരവരുടെ കറൻസിയിലോ അല്ലെങ്കിൽ യൂറോയിലോ അതുമല്ലെങ്കിൽ ചൈനയുടെ കറൻസിയിലോ നടത്തണം എന്ന അഭിപ്രായത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്കയുടെ ഡോളറിൽ വിനിമയം നടത്തുക എന്നുള്ള ഒരു അഭിമാനപരമായിരിക്കുന്ന കാര്യമായിട്ടായിരുന്നു അവർ കണ്ടത്.
ഇന്ന് അതൊരു അപമാനകരമായിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുന്നേറ്റം നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അകൽച്ചയിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ അമേരിക്കയുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. ഇങ്ങനെ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിൻ്റെ ഇടയിൽ ഒരു അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധം വെനിസ്വേലയുമായിട്ട് ഉണ്ടാക്കിയാൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നാണം കെട്ടൊരു പരാജയത്തിലേക്ക് അമേരിക്ക എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ യുദ്ധാരംഭം എന്ന് പറഞ്ഞാൽ ഈ കരീബിയൻ കടലിലെല്ലാം ഇപ്പോൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ അണിനിരന്നിരിക്കുന്നു. ഏത് നിമിഷം യുദ്ധമുണ്ടാകും എന്നൊക്കെയാണ് ഭീഷണി. അതിജീവിക്കാൻ തങ്ങൾക്ക് ശക്തിയും ബലവും ഉണ്ടെന്ന് വെനിസ്വേലയുടെ പ്രസിഡന്റ് മറുപടിയും പറഞ്ഞു. മുൻപ് സദ്ദാം ഹുസൈന് ജോർജ് ബുഷ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിന് സമാനമായിരിക്കുന്ന മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വെനിസ്വേലയുടെ പ്രസിഡന്റിന് നൽകിയത്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും രാജ്യം വിട്ടുപോകാൻ വേണ്ടി സമയം അനുവദിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ്. അന്ന് സദ്ദാം ഹുസൈൻ പറഞ്ഞ അതേ മറുപടിയാണ് ഇന്ന് വെനിസ്വേലയുടെ പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾ ജനിച്ചത് ഈ നാട്ടിലാണ്, ഇവിടെ തന്നെയാണ് ജീവിക്കേണ്ടത്. തങ്ങൾക്ക് നേരെയുള്ള ഏതൊരു അക്രമവും അതിശക്തമായിരിക്കുന്ന പ്രത്യാക്രമണത്തിലേ അവസാനിക്കൂ എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് മുൻപത്തെ പോലെ അമേരിക്ക ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഭയപ്പെട്ടു പോകുന്ന രീതിയും അവർ തങ്ങൾക്ക് നേരെ വരുമെന്ന് പറയുന്ന സമയത്ത് കീഴടങ്ങുന്ന രീതിയൊന്നും ഇപ്പോൾ ഇല്ല. ചെറിയ രാജ്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ അമേരിക്കക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ബഹ്റൈനിൽ നിന്ന് പോലും ആക്രമണം ഉണ്ടായത്. ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ബഹ്റൈനിൽ നിന്ന് ആക്രമണം ഉണ്ടായി. ബഹ്റൈൻ്റെ ആക്രമണമാണ് ഇസ്രായേലിനെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുക. അത്രയും ചെറിയൊരു രാജ്യം തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കാണുന്നില്ല. പക്ഷേ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് അവർക്കും പ്രയാസം. കാര്യം എന്ന് പറഞ്ഞാൽ ആ തിരിച്ചടിൻ്റെ ബഹിസ്ഫുരണം ഏത് തരത്തിലാണ് എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതി യഥാർത്ഥത്തിൽ ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് വെനിസ്വേലയുമായിട്ടുള്ള യുദ്ധത്തിൽ അതിജീവിക്കുക എന്നുള്ളതും മുന്നേറുക എന്നുള്ളതും വലിയ പ്രയാസമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. മുൻപത്തെ പോലെ ഭീഷണികളും ഏഷ്യനുകളൊന്നും ഏശുന്നില്ല. മീഡിയ പത്രക്കാരൊന്നും അതിന് അത്ര ഗൗരവപരമായിരിക്കുന്ന ഒരു പ്രാധാന്യം അമേരിക്കക്ക് നൽകുന്നില്ല. മുൻപ് ഈ റോയിട്ടേഴ്സ് ആണെങ്കിലും BBC ആണെങ്കിലും ABC ആണെങ്കിലും അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ നിഷ്പക്ഷത പാലിക്കുന്നു. കാരണം അൽ ജസീറ പോലെയുള്ള അൽ അറബിയ പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകൾ രംഗത്ത് വന്നതോടുകൂടി അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന ഒരു ചേരിയായി അത് മാറിയിരിക്കുന്നു എന്നാണ് ഇതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ വെനിസ്വേലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരെ ഭയപ്പാടില്ലാത്ത രീതിയിലും ഇതിനെ അതിജീവിക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണം വന്നതോടുകൂടി അമേരിക്ക ഏറെക്കുറെ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ മയക്കുമരുന്ന് പോലെയുള്ള നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ തങ്ങളുടെ രാജ്യത്തിലേക്ക് കയറ്റിക്കൊണ്ട് അമേരിക്കയിലുള്ള യുവാക്കന്മാരെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. അതുകൊണ്ട് കരീബിയൻ കടലിൽ ഏകദേശം 20ഓളം ബോട്ടുകൾ അവർ ബോംബ് സ്ഫോടനത്തെ നശിപ്പിക്കുകയും 40-ലധികം ആളുകളെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. വെനിസ്വേല പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ കണ്ടുപിടിക്കൂ എന്നിട്ട് പ്രതികളെ ശിക്ഷിക്കൂ. അല്ലാതെ ഒരു രാജ്യത്തിന് നേരെയോ ഒരു ഗവൺമെൻറ്റിന് നേരെയോ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിർത്തി സംബന്ധമായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ കൃത്യമായിരിക്കുന്ന നിരീക്ഷണം നടത്തിക്കൊണ്ട് പ്രതികളെ കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷിക്കുന്നതിന് പകരം തങ്ങളുടെ രാജ്യം മൊത്തത്തിൽ ഈ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നവരാണ് എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനം എന്നാണ് യഥാർത്ഥത്തിൽ ഈ വെനിസ്വേല ചോദിക്കുന്നത്. അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നൊരു വിഷയം നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്: മുൻപത്തെ പോലെ ഒന്നും മൂർച്ചയുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ കൈവശത്തിലില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നവരില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വിഷയം അന്താരാഷ്ട്ര തലത്തിലും വലിയ രീതിയിൽ ശ്രദ്ധ ഉണ്ടായിരിക്കുന്ന വിഷയമാണ്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തപ്പെട്ടിരിക്കുന്ന മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടൊന്നും വെനിസ്വേലയെ പോലെയുള്ള സൈനികപരമായി വലിയ ക്ഷീണമുള്ള അല്ലെങ്കിൽ ശക്തി കുറവുള്ള രാജ്യത്ത്, സാമ്പത്തികപരമായ രീതിയിൽ വലിയ തകർച്ചയുള്ള ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ പോലും ധൈര്യമില്ലാത്തതിൻ്റെ കാര്യം, അതിൻ്റെ പിന്നാമ്പുറം റഷ്യയും ചൈനയും ഇറാനും ഉണ്ട് എന്നുള്ളതാണ്. ഇറാൻ്റെ വലിയ വലിയ സായുധങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ മാത്രം പാകത്തിലും ശക്തിയിലുമുള്ള അവരുടെ ബാലിസ്റ്റിക് മിസൈൽ തങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സഹായിക്കുമെന്നുള്ള മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. ഇതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്.